ആളില്ലേ? ഒന്നുകൂടെ അടിച്ചു നോക്ക്. വലിയ വീടല്ലേ, നടന്നെത്താൻ ടൈം എടുക്കും. ചിലപ്പോ ഓട്ടോ വിളിച്ച് വരികയായിരിക്കും. ആരാ? ഞങ്ങളിവിടെ ജയേഷ് പറഞ്ഞിട്ട് താമസിക്കാൻ. ഓ മനസ്സിലായി. അപ്പുറത്ത് കൂടെ വരൂ, വാതില് തുറക്കാം. ഓക്കെ. നമ്മളിവിടെ എത്ര ദിവസം ഉണ്ടാവും? എന്തേ? ഞാൻ ചിലപ്പോ ഇവിടെ സ്ഥിരാക്കൂട്ടോ. നിന്റെ വൃത്തികെട്ട സ്വഭാവം എടുക്കല്ലേ പ്ലീസ്. ഡീസന്റ് ആവും, വന്ന പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. നടക്ക്. ഇവിടെ വേറെ ആരുമില്ലേ? അച്ഛമ്മയുണ്ട്, പിന്നെ ഞാനും. ഓ, ഇവിടെ ഒറ്റയ്ക്കാണല്ലേ? അല്ല, ഞങ്ങൾ രണ്ടുപേരുണ്ട്. കിട്ടിയില്ലേ? നിങ്ങളുടെ ഈ വരകണ് അങ്ങോട്ട് മാറ്. രണ്ടുപേർക്കും കൂടെ ഒരു റൂം പോരെ? അതൊക്കെ മതി. ഇല്ലെങ്കിൽ പറഞ്ഞാ മതി, ഇവിടെ നിറച്ച് മുറികളാ. സൗകര്യം പോലെ ആവാം. അത് കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. നല്ല പഴക്കമുണ്ടല്ലേ വീടിനൊക്കെ? എനിക്ക് ഈ ടൈപ്പ് വീടൊക്കെ ഭയങ്കര ഇഷ്ടാ. കുറച്ച് ക്യാഷൊക്കെ കിട്ടിയിട്ടാണ് ദൂരം ഒന്ന് പണിയാൻ. നിന്നെ കൊണ്ടാകുമ്പോ പറ്റും. അതാകുമ്പോ വീഡിയോ ചെയ്യാൻ വേറെ വീട് നോക്കണ്ടല്ലോ. അയ്യോ തുറക്കരുത്. അതാരും തുറക്കാറില്ല. ഇതിനകത്ത് വല്ല പ്രേതമുണ്ടോ? ഉണ്ട്. അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത്. പണ്ടൊരു പെൺകുട്ടി ഇതിനകത്തിട്ട് കൊന്നിട്ടുണ്ട്. ബലി കൊടുത്താന്നൊക്കെയാ പറയുന്നത്. ഓ, അന്നടച്ചിട്ടാണോ? വിവരക്കേട് പറയില്ലടോ. അതൊന്നും അറിയില്ല. തുറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, തുറക്കാറില്ല. ഒരു വിശ്വാസമല്ല. അങ്ങനെ അല്ല, നിങ്ങൾ ശരിക്കും എന്താ പരിപാടി? ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സ്റ്റോറികൾ ചെയ്യുന്നുണ്ട്. 10 ഏക്കറും ബംഗ്ലാവും ഉള്ള പോലെ പറഞ്ഞു. നാട്ടിലിവിടെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ യൂട്യൂബ് ചാനലുണ്ട്. കുഴപ്പമില്ല. ശരി. ഓക്കെ, ഞങ്ങൾ നാളെ ലൊക്കേഷനിൽ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ. കുട്ടി കൊള്ളാല്ലേ മിസ്റ്റർ പ്രകാശ്? അതെ, എന്റെ സങ്കല്പത്തിലെ എല്ലാ ഗുണങ്ങളും ഉള്ള അതേ പെൺകുട്ടി. ഞാൻ വന്നു കയറിയപ്പോഴും പറഞ്ഞില്ലേ? ഒന്ന് പോടെ അവന്റെ സങ്കല്പം. അന്ന് പാലക്കാട് പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ കണ്ട പെൺകുട്ടി നിന്റെ സങ്കല്പമായിരുന്നല്ലോ. അവന്റെ ഒരു ആരന്തമ്പരാന്റെ മൂട്ടി. സകല പെൺകുട്ടികൾ അവന്റെ സങ്കല്പം. ഇതാണ് മോനെ റിയൽ സങ്കല്പം. നീ വല്ലാതെ റിയലിസ്റ്റിക് ആവണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. എനിക്കിഷ്ടമായി. നമ്മളൊന്ന് നോക്കിയാ പ്രശ്നം, വല്ലതും പറഞ്ഞാ പ്രശ്നം. ബലരാമൻ എന്ത് നെറുകേട് പോവാലോ. ആയിക്കോട്ടെ. ചിലവരുടെ നോട്ടം നമുക്കൊരു സ്പാർക്ക് കിട്ടും. ആ കുട്ടി നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്പാർക്ക് കിട്ടി. അതെനിക്കും ഫീൽ ചെയ്തു. നിന്നെ നോക്കിയപ്പോഴേ അവൾക്കൊരു പുച്ഛഭാവമായിരുന്നു. അവളാ മുറി തുറക്കരുതെന്ന് പറഞ്ഞപ്പോ നീ ഞെട്ടാൻ ഞാൻ. മോനെ പ്രകാശ, കണ്ട കാലത്തിന്റെ ഇടയ്ക്ക് ഞാൻ കയറിയിട്ടുള്ള പ്രേതബാധയുള്ള വീടുകളുടെ കഥ കേട്ട നീ മുള്ളു. സെമിത്തേരിയിൽ ഒറ്റയ്ക്ക് ഒരു രാത്രി മുഴുവൻ കിടന്നുറങ്ങിയിട്ടുണ്ട് ഞാൻ. എന്നെയാണ് ആ കുട്ടി തുറക്കണ്ട പറഞ്ഞു, ഞാൻ തുറന്നില്ല. അവരുടെ വിശ്വാസമല്ലേ, നമ്മളെന്തിനാണ് വെറുതെ അതിൽ കയറി ഇടപെടുന്നത് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. വിശ്വാസത്തിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. അതിൻ്റെ അകത്ത് എന്തോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നിന്റെ കിളി പോയത് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ പോടാ, എനിക്ക് അതിലൊരു വിശ്വാസമില്ല, അവിടെ ഒരു കോപ്പുമില്ല. ചിലപ്പോ നിന്റെ വീഡിയോ അവള് കണ്ടു കാണൂടാ, അവള് നിന്നെ ആക്കിയതാവും. അങ്ങനെയാണെങ്കിൽ ഒന്ന് കയറണല്ലോ. കാരണം എന്നാ എത്ര വലിയ പൂട്ടും നിനക്ക് വേണ്ടി പ്രകാശം തുറക്കും. അവളെ നീ എടുത്തോ, കൊണ്ടുപോയി വളർത്ത. എൻജോയ്. എന്റെ വീഡിയോ ഞാൻ നോക്കിയതാണ്. എന്തായാലും തുറക്കാം.
വാതിൽ തുറക്കടാ. വാതിൽ തുറക്കടാ. വാതിൽ തുറക്ക്. എന്താ ഇതിനകത്ത് പരിപാടി? തുറക്കടാ, വാതിൽ തുറക്കടാ. നകുലാ വാതിൽ തുറക്ക്. ഇതെവിടെ? ഞാൻ ചുമ്മാ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. എടാ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ജയേഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്? എടാ എനിക്കൊരു ഡൗട്ട്, നമ്മളൊന്ന് വീട് മാറിപ്പോയോ? എന്ത്? എടാ ഞാൻ വഴി ചോദിച്ചപ്പോഴേ താമസിക്കേണ്ട വീടും ഷൂട്ട് ചെയ്യേണ്ട വീടും മാറിപ്പോയോ എന്നൊരു. അവനെന്താ പറഞ്ഞു? അത് തന്നെ എടാ, നമ്മളാ വീട്ടിൽ എത്തിയിട്ടില്ലാന്ന്. എടാ അപ്പൊ ഈ നിൽക്കുന്നത് നമ്മുടെ പ്രേതങ്ങളാണോ? അതല്ലടാ, അവൻ പറഞ്ഞത് അവൻ തന്ന അഡ്രസ്സിൽ നമ്മൾ എത്തിയിട്ടില്ലാന്ന്. ഇവിടെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാ? നമുക്ക് ഇവിടുന്ന് വേഗം ഇറങ്ങാം. എന്തു പറ്റി? നീ എങ്ങനെ അകത്ത് കയറി? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെ, ഞങ്ങൾക്ക് ചെറുതായിട്ട് വീട് മാറിയെന്നൊരു സംശയം. സംശയമല്ല, സത്യമാണ്. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ തന്നെയായിരുന്നു വരേണ്ടത്. ഇറങ്ങ്. ഇതെന്ത് ഉടായിപ്പാണ്? നീ ആ ഡെന്നി സാറിനെ ഒന്ന് വിളിച്ചേ. എനിക്ക് മനസ്സിലാവും, നിങ്ങൾ ഇത്രയും കാലത്തെ യുക്തിയും ബുദ്ധിയും എല്ലാം വെല്ലുവിളിക്കുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വിശ്വസിച്ചേ മതിയാവൂ, 15 വർഷങ്ങൾക്ക് മുൻപ് ഈ വീടിനകത്ത് മരിച്ചു വീണ ഒരാളോടാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊന്നും പോസിബിൾ അല്ല. ഞാൻ വിശ്വസിക്കില്ല. ഇത് അയാളും നീയും തമ്മിലുള്ള എന്തോ പ്ലാനാണ്. നഗലിന് വിശ്വാസമാവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ കണ്ട സ്വപ്നത്തിലെ കഥ പറഞ്ഞു തന്നാ മതിയോ? ഞാൻ കണ്ട സ്വപ്നം നിനക്ക് പ്രകാശിന് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഡെന്നിസ് പറയാത്ത ഒരുപാട് കഥകളുണ്ട്. അതിലൊന്നാണ് ആ സ്വപ്നവും. അവിടെ ആ ചെകുത്താൻ തലയർത്ത് കൊന്നത് എൻ്റെ അനിയത്തിയ. പേടിക്കണ്ട, നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോവാം. പക്ഷേ
അതിനു മുന്നേ നിങ്ങൾ എനിക്ക് പറയാനുള്ള കൂടി കേൾക്കണം. നിങ്ങൾ വിചാരിച്ചാൽ എന്നെ സഹായിക്കാനാവും. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഈ വീട്ടിലൊരു പ്രേതം ഉണ്ടെന്ന് പറഞ്ഞൊരു ഫേക്ക് സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത്. ഇതിപ്പോൾ ശരിക്കും ഒരു പ്രേതമുള്ള സ്ഥിതിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ശരിക്കും അയാൾ ആരാണ്? ഇവള് ശരിക്കും പ്രേതാണോ? എന്നിട്ടാണോ നീ ഇവളോട് വിശേഷം പറഞ്ഞേക്കണ്? ഓടി രക്ഷപ്പെടാൻ നോക്കണ പുല്ലേ. എന്തിനാ രക്ഷപ്പെടുന്നത്? ഞാൻ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്റെ പൊന്നി ചേച്ചി, ഞാനിവനെ പോലെയല്ല. ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്ലാനുള്ള ആളാണ്. എന്നെ മാത്രം ഒന്ന് പുറത്തേക്ക് വിടുവോ? നീ എവിടെ പോകണില്ല, അവിടെ നിൽക്ക്. നിന്റെ അനിയത്തി അവരെന്തിനാ കൊന്നത്? ഞങ്ങൾ എന്തിനാ അയാൾ ഇങ്ങോട്ട് അയച്ചത്? നീ എന്താ ഇവിടെ? പറയാം. ഞാനും ജെസ്സിയും വളരെ അടുത്ത കൂട്ടുകാർ കൂടിയായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം അറിയാത്ത രഹസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾ കൽക്കട്ടയിൽ നിന്ന് വെക്കേഷന് വന്ന ദിവസം അവൾ എന്തോ ടെൻഷനിലാണെന്ന് എനിക്ക് തോന്നി. എന്റെ ചേച്ചി, കുറച്ചു നേരമായിട്ട് നിനക്ക് എന്താ പറ്റി? നീ ഇവിടെ ഒന്നും അല്ലല്ലോ. ഒന്നുമില്ല ചേച്ചി, ഒരു സുഖമില്ല. അത് മനസ്സിലായി, ഒന്നുമില്ലാന്ന്. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഞാൻ പോവാം. നിക്ക്. എന്താ കാര്യം? കർത്താവേ, ഇതെന്താ ഇടിവെട്ടാ? ഒന്ന് അടങ്ങിയിരിക്കാന്നാ. ഞാൻ പറയട്ടെ, എന്ത്? നീ നല്ല അസല് പ്രേമത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. നീ വല്ല ജോത്സ്യം പഠിച്ചിട്ടുണ്ടോ? നിന്റെ കാര്യത്തിൽ എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? എന്നാ അതന്നെയാണ്, അങ്ങനെ ഒരാളുണ്ട്. കൂടെ പഠിക്കുന്നതാ? അല്ല, കൽക്കട്ട വെച്ച് പരിചയപ്പെട്ടതാണ്. ആളൊരു ആർട്ടിസ്റ്റാണ്, പേര് ജൂഡ്. അടിപൊളി. എന്നാലും നീ ഇത് എന്നോട് പറയാഞ്ഞത് മഹാമോശമായി. നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടോ? ആ, ഉണ്ട്. പക്ഷെ ഇപ്പൊന്നും പറയുന്നില്ല. പണി ഞാൻ തരുന്നുണ്ട്. എടി, ഇത് നീ വിചാരിക്കുന്ന പോലെ അധികം കാലമൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ തവണ ഇവിടെ വന്ന് പോയ ശേഷം പരിചയപ്പെട്ടതാ. ഇവിടെ വന്നപ്പോൾ അത് പറയാനുള്ളൊരു മൂഡിലല്ലായിരുന്നു. ഞാൻ കുറച്ച് കൺഫ്യൂഷനിലാണ്. അതെനിക്ക് തോന്നി. നീ എന്തിനാ ഈ പാതിരാത്രി ബാൽക്കണിയിൽ വന്ന് നഖം കടിക്കണെന്ന്. അത് പിന്നെ ജൂഡിന്റെ പപ്പയ്ക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. തീരെ വയ്യാതിരിക്കുന്ന ആളാ. ജൂഡ് ഞങ്ങളുടെ റിലേഷനൊക്കെ വീട്ടിൽ പറഞ്ഞിരുന്നു. ആദ്യമൊക്കെ എതിർപ്പായിരുന്നു. പിന്നെ ഞാനിവിടെ വരുന്നതിന്റെ 2 ദിവസം മുന്നെയാണ് അവർ ഓക്കെ പറഞ്ഞത്. പുള്ളി അതിന്റെ ഭയങ്കര സന്തോഷത്തിലാ. ഓ, ആ ലെവല് വരെയൊക്കെ എത്തിയോ? എന്നാ പിന്നെ പോയി പുള്ളിക്കാരന്റെ പപ്പയൊന്ന് കണ്ടിട്ട് വാ. അതാണ് പ്രശ്നം. ആളുടെ വീടിവിടെ അടുത്തൊന്നും അല്ല. ആര്യപ്പാറന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതാണ്. ഒരു 7 മണിക്കൂർ യാത്രയുണ്ട്. ജൂഡ് നാളെ പുലർച്ചെ കാറുമായിട്ട് വരാന്നാ പറഞ്ഞത്. പോയാ ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റൂ. ഓ, എന്നിട്ട് നീ എന്താ തീരുമാനിച്ച? ഞാൻ എന്താ ചെയ്യണ്ടേ, നീ പറ. തൽക്കാലം നാളെ പോയിട്ട് വാ. ബാക്കിയൊക്കെ വന്നിട്ട് ശരിയാക്കാം. ഹാപ്പി ആയില്ലേ? ഞാൻ വന്നിട്ട് കഴിക്കാം.